കൊച്ചിയിൽ നടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയെന്ന സംഭവത്തിൽ തന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ സർക്കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും മുമ്പ് പലതവണ കോടതി തള്ളിയതുമാണെന്ന് നടൻ ദിലീപ് ഹൈക്കോടതിയിൽ മറുപടി സത്യവാങ്മൂലം നൽകിയിരുന്നു. കേസിൽ ദിലീപ് തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ശ്രമിച്ചു എന്നാരോപിച്ചാണ് ജാമ്യം റദ്ദാക്കാൻ സർക്കാർ ഹർജി നൽകിയത്. ഇന്ന് ജസ്റ്റിസ് പി ഗോപിനാഥിന്റെ ബെഞ്ച് കേസ് പരിഗണിക്കും. വിചാരണ കോടതിയിൽ 259 പ്രോസിക്യൂഷൻ സാക്ഷികളെ ഇതിനകം വിസ്തരിച്ചു കഴിഞ്ഞെന്നും ഇനി അന്വേഷണ ഉദ്യോഗസ്ഥൻ, ഫോറൻസിക് ലാബിലെ ജോയിന്റ് ഡയറക്ടർ എന്നിവരെയാണ് വിസ്തരിക്കാനുള്ളതെന്നും ദിലീപ് ചൂണ്ടിക്കാട്ടുന്നു. ഇവരെ താൻ സ്വാധീനിക്കുമെന്ന് പ്രോസിക്യൂഷൻ ആശങ്കയില്ല. അന്വേഷണ ഉദ്യോഗസ്ഥനെ ഉടൻ വിസ്തരിക്കാനിരിക്കെ വിചാരണയുടെ അവസാന ഘട്ടത്തിൽ ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കുന്നത് വീണ്ടും മാധ്യമ വിചാരണ നടത്താനാണെന്നും ദിലീപ് ആരോപിക്കുന്നു. 80 പേരുടെ സാക്ഷി വിസ്താരം പൂർത്തിയായ സാഹചര്യത്തിൽ തനിക്കും വിചാരണ കോടതി ജഡ്ജിക്കുമെതിരെ യുവനടിയും പ്രോസിക്യൂഷനും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കോടതി മാറ്റം ആവശ്യപ്പെട്ടുള്ള ഈ ഹർജി ഹൈക്കോടതിയും പിന്നീട് സുപ്രീം കോടതിയും തള്ളി. നടിയെ ആക്രമിച്ച കേസിൽ തനിക്ക് പങ്കുണ്ടെന്ന തരത്തിൽ സിനിമാ സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലിനെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യം തേടിയപ്പോഴും സമാനമായ ആരോപണങ്ങളായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. അവയൊക്കെ തള്ളിയാണ് കോടതി ജാമ്യം നൽകിയതെന്ന് ദിലീപ് വിശദീകരിക്കുന്നു. വിപിൻ ലാൽ, ജിൻസൺ എന്നീ സാക്ഷികളെ സ്വാധീനിച്ചുവെന്നാണ് പ്രധാന ആരോപണം. എന്നാൽ പല കേസുകളിൽ പ്രതിയായ ഇവർ വളരെ കാലമായി ജയിലിലാണ്. ഇവരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാൻ അന്വേഷണ സംഘം ഉപയോഗിക്കുകയാണെന്ന് ദിലീപ് ആരോപിക്കുന്നുണ്ട്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയതിൽ അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. ജില്ലാ സെഷൻസ് ജഡ്ജി അന്വേഷണം നടത്തണമെന്നും ആവശ്യമെങ്കിൽ പോലീസിന്റെയും മറ്റ് അന്വേഷണ ഏജൻസികളുടെ സഹായമോ തേടാമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു. 1 മാസത്തിനുള്ളിൽ അന്വേഷണം നടത്തണം. അതിജീവിതയുടെ ഹർജി അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അന്വേഷണത്തിൽ പരാതിയുണ്ടെങ്കിൽ അതിജീവിതയ്ക്ക് ഹൈക്കോടതിയെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ നിർണായക തെളിവായ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് അതിജീവിത ഹർജിയിലൂടെ ആവശ്യപ്പെട്ടത്. മെമ്മറി കാർഡ് 3 തവണ അനധികൃതമായി പരിശോധിച്ചതിന് കാരണമായ സാഹചര്യം സംബന്ധിച്ച് അന്വേഷണത്തിനായാണ് നടി കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെടുമെന്ന് പ്രോസിക്യൂഷനും ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾക്കൊന്നും സംഭവിച്ചില്ലെന്ന് ഉറപ്പാക്കണമെന്നാണ് പ്രോസിക്യൂഷൻ ഹർജിയിലൂടെ ആവശ്യപ്പെട്ടത്. എന്നാൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂവിൽ മാറ്റമുണ്ടെങ്കിലും അതിലെ ദൃശ്യങ്ങൾക്ക് കേടുപാടില്ലെന്ന് ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടിൽ ാണ് നടൻ ദിലീപ് കോടതിയിൽ വാദിച്ചത്. ദൃശ്യങ്ങളുടെ ഹാഷ് വാല്യൂ മാറ്റമില്ല. ദൃശ്യങ്ങളിൽ മാറ്റമില്ലെന്നിരിക്കെ ഇത് എങ്ങനെയാണ് അന്വേഷിക്കുന്നത്? കേസിന്റെ വിചാരണ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. ഇത് അനുവദിക്കരുതെന്നും നടൻ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിന്റെ പരിശോധനാ ഫലത്തിൽ 3 തവണ ഹാഷ് വാല്യൂ മാറിയതായി കണ്ടെത്തിയിരുന്നു. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി, വിചാരണ കോടതി, ജില്ലാ കോടതി എന്നിവിടങ്ങളിൽ ഇരിക്കുമ്പോഴാണ് ഹാഷ് വാല്യൂ മാറിയത്. മെമ്മറി കാർഡ് പരിശോധിക്കേണ്ടതില്ലെന്ന വിചാരണ കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിയാണ് ഹൈക്കോടതി ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചത്. ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജി പരിഗണിച്ചായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. 2017 ഫെബ്രുവരി 17 തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ നടി ആക്രമിക്കപ്പെട്ടത്. കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത്. അതേ വർഷം ജൂലൈ 10 അറസ്റ്റിലായ ദിലീപിന് 3 മാസത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ജാമ്യം കിട്ടിയത്. വിചാരണ തുടങ്ങിയെങ്കിലും ഇടയ്ക്ക് പുതിയ വെളിപ്പെടുത്തലുണ്ടായി. തുടർന്ന് ഹൈക്കോടതിയിൽ നിന്ന് നടന് ജാമ്യം കിട്ടുകയായിരുന്നു.